ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒരു ചർച്ചയുള്ളത് അത് അറട്ടയെക്കുറിച്ചാണ്. ആ ആപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്ക ഇന്ത്യയിൽ പുറത്ത് നടത്തിയ ഒരു പ്രഹരമുണ്ട്. ഒരു ഇരട്ട ടാക്സ് അല്ലെങ്കിൽ താരിഫ് തീരുവ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അമേരിക്കയെ ഒരു മിക്സഡ് കൺട്രി ആയിട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ചില സമയങ്ങളിൽ ഇണങ്ങിയും ചില സമയങ്ങളിൽ പിണങ്ങിയും. നമ്മുടെ നിതാന്ത ശത്രുവായ പാകിസ്ഥാനെ പലപ്പോഴും അവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ വേറൊരു സൈഡിൽ നമ്മുടെ നിതാന്ത ശത്രുവായ ചൈനയുമായിട്ട് അവർ വളരെ എതിർത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ആജന്മ ശത്രുത തന്നെയാണുള്ളത്. കീരിയും പാമ്പും പോലെ തന്നെയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ യോജിക്കാനുള്ള ഒരു സാധ്യത ഒരിക്കലുമില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയായിട്ട് കൂട്ടുകൂടുന്നതിന് അവരുടെ പ്രധാനപ്പെട്ട പ്രചോദനം ഇന്ത്യയെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല സാമ്പത്തിക സഹായങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ത്യ ഇന്ന് വരെ നമ്മൾ ഇംഗ്ലീഷിൽ ഹോസ്റ്റൈൽ എന്ന് പറയും, ഒരു ശത്രു രാജ്യമായിട്ട് ഒരിക്കലും നമ്മൾ അമേരിക്ക ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഒരു 7ാം കപ്പൽപ്പട പണ്ട് ഇന്ത്യക്കെതിരായിട്ട് അയച്ചെങ്കിൽ പോലും അവരെ ഒരു എനിമി കൺട്രി ആയിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ശ്രീ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്ന ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം പറഞ്ഞത് നമുക്ക് ദീപാവലിക്ക് ചൈനീസ് പടക്കം വേണ്ടെന്ന്. ഈ ചൈനീസ് പടക്കം വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരുടെ ഏകദേശം $300 കോടി ബിസിനസ്സാണ് ചൈനയിൽ ഇല്ലാതായത്. അപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച വീണ്ടും ആഹ്വാനം ചെയ്തത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു മറ്റ് രാജ്യങ്ങളോടുള്ള ഡിപ്പെൻഡൻസിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രീ നരസിംഹറാവുവിൻ്റെ കാലം തൊട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അതുവരെ നമ്മൾ എല്ലാ രാജ്യത്തു നിന്നും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. ശ്രീ നരസിംഹറാവു വന്നപ്പോഴത്തേക്കാണ് പറയുന്നത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം, അല്ലാതെ നിവർത്തിയൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ഫീൽഡിലോട്ട് ധാരാളമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതും ഒരുപാട് എക്സ്പോർട്ട് പ്രോസസ്സിങ് സോൺസ് വന്നതും അതിനകത്ത് നികുതി രഹിത വരുമാനവും അങ്ങനെ ഒരുപാട് പുരോഗതിയെല്ലാം ഈ ശ്രീ നരസിംഹറാവുവിൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്നു. മൻമോഹൻ സിംഗ് വന്നതിന് ശേഷം പിന്നീട് അതെല്ലാം ഒന്ന് നിർത്തിയായിരുന്നു. ആ 2 UPA ഭരണകാലത്ത് അത് നിർത്തിയായിരുന്നു. പക്ഷെ വീണ്ടും നരേന്ദ്രമോദി വന്നപ്പോഴത്തേക്ക് സെൽഫ് റിലയൻസിനെ പറ്റിയിട്ടും മറ്റ് രാജ്യങ്ങളോട് അധികം ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ചൈന നമ്മുടെ അടുത്തുണ്ടായിട്ട് പോലും പാകിസ്ഥാനെ സഹായിക്കുമ്പോഴും ഇന്ത്യയുമായിട്ട് നേരിട്ട് കൊമ്പ് കോർക്കാൻ ശ്രീ ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുമെന്ന് ഇന്ത്യക്കാരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാര്യം ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം വരവിൽ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടന്നത് ഇന്ത്യയുടെ കാര്യം. മൈ ഫ്രണ്ട് എന്ന് അദ്ദേഹം മോദിയെ വിളിക്കുമ്പോഴത്തേക്ക് അത് ഇന്ത്യക്കാരെ മൊത്തം ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. കാര്യം അമേരിക്ക ഇതൊരു പ്രവചനം പോലെ നമ്മളെടുത്താൽ മതി. അമേരിക്ക വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലാണ്, വളരെ ഗുരുതരമായ. അതിൻ്റെ സിംറ്റംസാണ് നമ്മൾ ഈ കാണുന്ന ഈ തീരുവകളെല്ലാം അവിടുത്തെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം അതിന് പുല്ലുവില ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് 50%, 100% ടാക്സ് ഏർപ്പെടുത്തിയിട്ട് നമ്മൾ പ്രകോപിതരായിട്ടില്ല. കാരണം നമുക്കറിയാം മറ്റ് പല കാര്യങ്ങളും ഇതിൻ്റെ പുറകെ നിന്ന് വരാറുണ്ട്. അപ്പം നമ്മൾ ഫേസ് ബൈ ഫേസ് ആയിട്ട്, എന്നാലും പ്രതിരോധ മേഖലകളിൽ നമ്മൾ GE എന്നുള്ള അമേരിക്കൻ കമ്പനിയായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. മറ്റ് മേഖലകളിലൊക്കെ നമ്മൾ അമേരിക്ക ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് എന്താണെന്നുള്ള ഒരു ചിന്തയിലോട്ട് ഇന്ത്യ തിരിയുന്ന സമയമാണ്. പ്ലാൻ B എന്ന് പറയും. അമേരിക്ക നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം എടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ വന്ന ഒരു വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല, ഈ ആപ്പ് വരുന്നത് മൂലം അമേരിക്കയ്ക്കാണോ പ്രധാനമായി തിരിച്ചടി വരാൻ പോകുന്നത്? അതെ. അപ്പോൾ ഈ സെൽഫ് റിലയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമേരിക്ക എന്നുള്ള ഇറക്കുമതി നമ്മൾ ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് വരികയാണ്. 2, ഇപ്പോൾ ഇന്നലെ ബെയ്ജിങ്ങിൽ ഉണ്ടായ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരും സോയാബീൻ വാങ്ങിക്കുന്നത് നിർത്തി. അപ്പോൾ അത് കോടിക്കണക്കിന് ഡോളറിൻ്റെ സോയാബീൻ അമേരിക്കയിൽ കെട്ടിക്കിടക്കുക. അത് ട്രംപിന് വലിയ പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഷീ ജിൻപിങ്ങുമായിട്ട്, കാര്യം അവരുടെ എക്കണോമി ഇത്രയ്ക്ക് ഫ്രാഗൈലാണ്. ഒരു ചൈന പോലുള്ള രാജ്യത്തുള്ള ആൾക്കാർ സോയാബീൻ കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തകരുന്ന ഒരു എക്കണോമിയാണ് അമേരിക്ക. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മളൊക്കെ ഓർമ്മ വച്ച കാലം തൊട്ട് തന്നെ, നിങ്ങളുടെയൊക്കെ ജനറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അമേരിക്കൻ പ്രൊഡക്റ്റുകളാണ്. IT ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മൾ അമേരിക്കൻ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് ഐഫോൺ ആയാലും ശരി, കമ്പ്യൂട്ടർ ആയാലും ശരി, അതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ആയാലും ശരി, പ്രോസസ്സേഴ്സ് ആയാലും ശരി, ഹാർഡ്വെയർ സൈഡിലായാലും ശരി,
എല്ലാം നമ്മൾ കൂടുതൽ അമേരിക്കൻ ഇമ്പോർട്ടിനെയാണ് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അമേരിക്കയിൽ സക്സസ്ഫുള്ളായിട്ട് വ്യവസായം ചെയ്ത് IT മേഖലയിലെ ഒരു ഏറ്റവും പ്രശസ്തമായ നിലയിലെത്തിയ ഒരു കമ്പനിയാണ് സോഹോ എന്ന് പറയുന്ന കമ്പനി. ഇന്ത്യക്കാർ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. നമ്മളൊക്കെ ഒരു 8 വർഷത്തിന് മുമ്പേ ഈ സോഹോയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഹോ കമ്പനിയുടെ നല്ലൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പറാണ് സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ അവർ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു 3 വർഷത്തിന് മുമ്പിറക്കിയാണ്, പക്ഷേ അതിപ്പോഴാണ് സക്സസ്ഫുള്ളായിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ വാട്സാപ്പിന് പകരമുള്ള ഒരു സോഫ്റ്റ്വെയർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പം വളരെ പ്രചാരം കിട്ടുന്നുണ്ട്. അരട്ടൈ എന്ന് പറഞ്ഞാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇവരുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന ഡിപ്പെൻഡൻസി 2-3 തലത്തിലാണ്. ഒന്ന് സാമ്പത്തിക ഡിപ്പെൻഡൻസി ഉണ്ട്. 2 നമ്മളെ ഡാറ്റ മുഴുവൻ അവരുടെ കയ്യിൽ പോവുകയാണ്. നമ്മുടെ ഏത് ഗ്രാമത്തിൽ ഏതാളുടെ ഫോൺ നമ്പർ എത്ര, അയാളുടെ കോൾസ് എത്ര, കോൾ ലിസ്റ്റ് എത്ര, ഇതെല്ലാം നമ്മുടെ ഈ ആപ്പ് വഴി അവർക്ക് എത്തുകയാണ്. അപ്പോൾ പല ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചതിന് പുറകെയുള്ള കാരണം, പല കമ്പനികൾക്ക് നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ കാരണം അവർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വഴി ഇന്ത്യയിലുള്ള വിവരങ്ങൾ അവരുടെ രാജ്യത്തോട്ട് ഒളിച്ചു കടത്താൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇതിൻ്റെ എല്ലാം നമ്മൾ ഓരോന്നും രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഡാറ്റ എല്ലാം അവർക്ക് പോകണം. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ജിമെയിലാണ്. അപ്പം ഇതിനൊന്നും ഇന്ത്യയിൽ കൺട്രോളും ഇല്ല. കാര്യം ജിമെയിൽ കാരണം എനിക്കൊരു നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ നഷ്ടപരിഹാരത്തിന് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല, ഞാൻ അമേരിക്കയിൽ പോകണം. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ ചൈനയിലുണ്ടായ ഒരു ലഹള തന്നെ, ജെൻസി കലാപത്തിൻ്റെ കാരണം തന്നെ നേപ്പാളിലുണ്ടായ കലാപത്തിൻ്റെ കാരണം തന്നെ ഈ ഒരു പ്രശ്നമാണ്. കാര്യം അവിടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യണമെന്നും അവിടുത്തെ പരാതി പരിഹാരത്തിന് അവിടെ സംവിധാനം ഉണ്ടാവണമെന്നും അവിടുത്തെ കോടതി പറയുകയും അത് നടപ്പാക്കാൻ അവിടുത്തെ ഭരണകൂടം തുനിയുകയും ചെയ്തപ്പോഴത്തേക്കാണ് അവിടെ ഈ കലാപം ഉണ്ടായത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണം തന്നെ മാറിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ കയ്യിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്നുള്ളത് കവിഞ്ഞിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയം തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറിക്കഴിയും. അപ്പോൾ നമ്മളതിൽ ഒരു ചെറിയ ചുവടുവയ്പ്പാണ് ശ്രീധർ വെമ്പു എന്ന് പറയുന്ന ആൾ. അദ്ദേഹം തന്നെ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ നിന്ന് കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ കമ്പനി ഇന്ത്യയിലോട്ട് പറിച്ചു നടുകയും ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് വെറും +2 കഴിഞ്ഞവർക്ക് കോഡിങ് പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയും അവരെയൊക്കെ എൻജിനീയേഴ്സിൻ്റെ ലെവലിൽ ഉപയോഗിക്കാൻ സാധിക്കുകയൊക്കെ ചെയ്ത് ഈ പറഞ്ഞ പോലെ സൈക്കിളിൽ നടന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് വന്നിരുന്ന് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ജന്മമാണ് അദ്ദേഹം. നമ്മുടെ ഒരു മലയാളിയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്, ടോണി ജി തോമസ് എന്ന് പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്ററും പ്രൊമോട്ടറുമായിട്ട് അയാളെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അത് ട്രെൻഡ് ആവാൻ കാരണം ഈ വാട്സപ്പിൻ്റെ പകരമുള്ള ഈ അരട്ട എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ട്രെൻഡ് ആവാൻ കാരണം തന്നെ അമേരിക്ക ഇന്ത്യയുടെ പുറത്ത് ഏർപ്പെടുത്തിയ തീരുവ തന്നെയാണ്. അങ്ങനെയാണ് ഒരു വികാരം സൃഷ്ടിച്ചപ്പോഴത്തേക്കാണ് ആൾക്കാർ കൂടുതലും വാട്സപ്പിൽ നിന്ന് മാറ്റി അരട്ടയിലോട്ട് മാറിയത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചൈനയിലാണെങ്കിൽ നമ്മുടെ ക്രോമിന് പകരം അവർ UC ബ്രൗസർ എന്ന് പറഞ്ഞുള്ള ബ്രൗസറുണ്ട്, മറ്റ് ബ്രൗസേഴ്സുണ്ട്. അതാണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്രോം നമ്മുടെ ഗൂഗിളിൻ്റെ ക്രോം അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് പകരം ഒരു വെയ്ബോ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുണ്ട്. പിന്നെ അങ്ങനെ എല്ലാത്തിനും ഈ ഫയൽ ട്രാൻസ്ഫറിന് അവർക്ക് സ്വന്തമായിട്ടുള്ള ഇതുണ്ട്. പിന്നെ യൂട്യൂബിന് പകരം യോക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്. അപ്പോൾ അവർ കഴിയുന്നതും ഒരു പൈസ പോലും അമേരിക്കയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇതിൻ്റെ റവന്യൂവും ഇതിൻ്റെ പ്രോഫിറ്റും എല്ലാം അമേരിക്കയ്ക്ക് പോകുമല്ലോ. അപ്പോൾ ഒരു പൈസ പോലും അവിടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാര്യം അമേരിക്ക നാളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചൈനക്കാരുടെ വിവരങ്ങൾ സേഫ് ആയിരിക്കണം. സേഫ്റ്റി ഓഫ് ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സേഫ്റ്റി ഓഫ് പേഴ്സൺ പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എന്താണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നത് ചൈനയ്ക്ക്? അതിനാദ്യമേ അതായത് ചൈനയെ ഏത് രീതിയിൽ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഡാറ്റയും സോഫ്റ്റ്വെയറും എല്ലാം അവരിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയ വെപ്പണാണ്, ഒരു മാസ് വെപ്പണാണ്. നമ്മുടെ സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ. അപ്പം നമ്മുടെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഒന്ന് കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ടെൻസ്ഡ് ആവുമെന്ന് നോക്കൂ. കാര്യം നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് അതിനകത്താണ്. അപ്പോൾ അവരുടെ ഒരു ഡാറ്റ കംപ്ലീറ്റ് നമുക്ക് ചൈനയുടെ കംപ്ലീറ്റ് ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഈ സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അവർ ആ ഒരു ഡിപ്പെൻഡൻസി അവർ മാറ്റിയിട്ടില്ല, അവർ ഡിപ്പെൻഡൻസിക്ക് പോയിട്ടില്ല. പകരം സെൽഫ് ഡിപ്പെൻഡൻ്റ് എന്നുള്ള രീതിയിലാണ് അമേരിക്കയ്ക്ക് എതിരായിട്ട് ചൈനയുടെ എല്ലാ നീക്കങ്ങളും ആദ്യം മുതലേ. റഷ്യ എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ചൈനയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ അരട്ടെ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇപ്പോൾ 10 ലക്ഷത്തോളം ഡൗൺലോഡുകൾ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട്. അത് ഒരു തരംഗമായിട്ട് വരികയും വാട്സപ്പിന് ചിലപ്പോൾ ഇന്ത്യയിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത 1, 2, 3 മാസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അത് അൺപോപ്പുലറായിട്ട് പോവുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റിസ്ക് ഉണ്ട്. ഇതിനകത്ത് വാട്സപ്പിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം അരട്ടയ്ക്ക് ഉണ്ടെങ്കിലും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അവർക്കില്ലാത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് അല്ല. അപ്പോൾ ആ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അവർ അതിന് അധികം പ്രാചാരം കൊടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു ട്രെൻഡ് വന്നപ്പോഴത്തേക്ക് നമുക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അരട്ടയും മതി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പ്രചാരം പെട്ടെന്ന് കൂടി. മാത്രമല്ല ഇങ്ങനെയുള്ള അത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈന വർഷങ്ങൾക്ക് മുൻപ് ചിന്തിച്ചത് ഇപ്പോൾ ഇന്ത്യ ചിന്തിക്കുകയാണ്. അതെ, നമ്മളിത് എന്തുകൊണ്ട് ഇതിന് മുമ്പേ ചിന്തിച്ചില്ല എന്ന് നമ്മളൊക്കെ ചിന്തിച്ചതാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൂസീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, അത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേണേജ് കാര്യം കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ടുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫൻസ് മേഖലയിൽ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ ബിഗ് ബിസിനസ് ഹൗസിനും ഒരു ഡിഫൻസ് സെക്ടറുണ്ട്. അത് അംബാനിക്കായാലും ശരി, അദാനിക്കായാലും ശരി, റിലയൻസിനായാലും ശരി, പിന്നെ ടാറ്റയ്ക്കായാലും ശരി, മഹീന്ദ്രയ്ക്കായാലും ശരി, ഗോദ്രേജിനായാലും ശരി, LNTയ്ക്കായാലും ശരി. അപ്പം ഇന്ത്യയിലെ വമ്പൻ സ്ഥാപനങ്ങളെല്ലാം ഡിഫൻസ് മേഖലയിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് കൺസോർഷ്യത്തിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സപ്പോർട്ടിന് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൈവറ്റൈസേഷൻ്റെ ഒരു വളരെ തീക്ഷ്ണമായ ഒരു രംഗമാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ഡിഫൻസ് മേഖലയിൽ കണ്ടത്. കാര്യം അതിൻ്റെ ഉള്ള പ്രധാന കാരണം അത് ആ മേഖലയിൽ വരുന്ന ഓർഡേഴ്സിൻ്റെ 70% ഇന്ത്യൻ മണിയിൽ ഇന്ത്യയിൽ തന്നെ ചിലവാക്കണമെന്ന് മന്ത്രിയുടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ശ്രീ രാജ്നാഥ് സിംഗിൻ്റെ ഒരു നിർബന്ധമാണ്. നമ്മൾ പൈസ പുറത്തേക്ക് കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പം ജിമെയിലിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ഒരു മെയിൽ സർവീസ് ഇന്ത്യയിലെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ്. നമ്മൾ സീഡാക്ക് ഉണ്ട്, ഇതിനൊക്കെ ഭീമന്മാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഇനി ജിമെയിൽ വേണ്ട, ഒരു ഇൻഡ് മെയിൽ മതി എന്ന് നമ്മൾ ഇന്ത്യക്കാർ തീരുമാനിക്കുകയും തുടങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിലിൻ്റെ വരുമാനം കുത്തനെയിടിയും. കാര്യം അമേരിക്കയുടെ പോപ്പുലേഷനും ഇന്ത്യയുടെയും പോപ്പുലേഷനും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയാണ് ഈ വലിയ രാജ്യങ്ങളുടെ, വലിയ കുത്തക രാജ്യങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം വേറൊന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ആയിരക്കണക്കിന് കോടി ഡോളറാണ് ഓരോ വർഷവും കഴിഞ്ഞ 10-20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയുടെ വില കുറയും. എണ്ണ സ്വന്തം ആസ്തിയായിട്ട് സ്വർണം പോലെ വച്ചേക്കുന്ന രാജ്യങ്ങളുണ്ട്, അവരുടെ മാർക്കറ്റിലെ പിടി പോവും. അപ്പോൾ പുതിയ കാര്യങ്ങൾ വരുന്നതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബിങ്, ഒരു ആൻറ്റി ലോബിങ് എപ്പോഴും എവിടെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ലോബിങ് ഉണ്ട്. കാര്യം ഇന്ത്യയിൽ നിന്ന് പോയി ഇപ്പം ലോകത്തെ അമേരിക്കയിലെ 2 പ്രധാനപ്പെട്ട IT മേഖലയിലെ ഭീമന്മാർ ഇന്ത്യക്കാരാണ്. പിച്ചൈ സുന്ദരവും പിന്നെ നമ്മുടെ ഗൂഗിളിൻ്റെയും ഇതിൻ്റെ 2ൻ്റെയും അധ്യക്ഷന്മാരായിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പം ഇവർക്ക് അവിടെ ചെന്നത് ചെയ്യാമെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം, അതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ വില്ല് കൊണ്ട് പ്രോത്സാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് നമ്മളെ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോഴത്തേക്ക് ഇന്ത്യയായിരുന്നു വാക്സിൻ്റെ കാര്യത്തിൽ മുമ്പിൽ നിന്നത്. അപ്പം ഇന്ത്യ വിവേകാനന്ദൻ പറഞ്ഞ പോലെ അവരൊരു ഉറങ്ങുന്ന ഒരു സിംഹമാണ്. അവർ ഉണർന്നില്ല. ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിംഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിഫൻസ് മേഖലയിൽ നമ്മൾ കണ്ടു. ഇപ്പം റഷ്യയൊക്കെ ഇന്ത്യക്ക് പുറകെ Su-35 Su-57 നടക്കുകയാണ്. നിങ്ങൾ വാങ്ങിക്കൂ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ വാങ്ങിക്കൂ എന്നും പറഞ്ഞു നടക്കുകയാണ്. അമേരിക്ക F-35 എങ്ങനെയെങ്കിലും വാങ്ങാൻ പറയുന്നു. അപ്പം നമ്മളതിൽ ബൈയിങ് പവർ ഉണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകണമെങ്കിൽ അടുത്ത് നമ്മൾ കൈവയ്ക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ മേഖലയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ H-1B വിസയിലേക്ക് ട്രംപ് ഏർപ്പെടുത്തിയ നികുതി കാണിക്കുന്നത് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും എക്സ്പെർട്ടായിട്ടുള്ള മാൻ പവർ അമേരിക്കയിൽ പോകാതെ അവർ ഇന്ത്യയിൽ തന്നെ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുമെന്നും ഇന്ത്യ വിജയത്തിൻ്റെ പുതിയ വഴികളിലോട്ട് കൊണ്ടു നടത്തുമെന്നുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.